എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നൊക്കെ ആലോചിച്ച് തല പുകഞ്ഞിട്ടുണ്ടോ? മാർക്കറ്റിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ടൂളിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് MACD. നിങ്ങളൊരു ട്രേഡറോ ഇൻവെസ്റ്ററോ ആണെങ്കിൽ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അല്ലേ? സ്റ്റോക്ക് വിലകൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ചാഞ്ചാടി കളിക്കുമ്പോൾ ഇതിന്റെ ശരിക്കുള്ള ദിശ എങ്ങോട്ടാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതൊരു വലിയ തലവേദന തന്നെയാണ്. അപ്പോൾ ഈ വെല്ലുവിളിക്ക് ഒരു പരിഹാരമായിട്ടാണ് നമ്മളിന്ന് MACD എന്ന ഇൻഡിക്കേറ്ററിനെ പരിചയപ്പെടുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ MACD? ഇതിന്റെ ഫുൾ ഫോം മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്നാണ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഗതി വളരെ സിമ്പിളാണ്. മാർക്കറ്റിന്റെ ഗതി എങ്ങോട്ടാണ്, എപ്പോഴാണ് വാങ്ങാൻ പറ്റിയ സമയം, എപ്പോഴാണ് വിൽക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. ലോകം മുഴുവനുമുള്ള ട്രേഡർമാർ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ടൂൾ കൂടിയാണത്. അപ്പോൾ ഈ ടൂൾ ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? MACDക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് MACD ലൈൻ. ചാർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണയായി ഇതൊരു നീല ലൈനായിട്ടാവും കാണുക. ഇത് ശരിക്കും 12 ദിവസത്തെയും 26 ദിവസത്തെയും ആവറേജ് വിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അടുത്ത് നടക്കുന്ന വിലമാറ്റങ്ങൾ ഈ ലൈൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചു തരും. ഇനി രണ്ടാമത്തെ ആൾ, അതാണ് സിഗ്നൽ ലൈൻ. ഇത് MACD ലൈനിന്റെ തന്നെ ഒരു 9 ദിവസത്തെ ആവറേജ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ചലനം കുറച്ചുകൂടി പതിയെയായിരിക്കും, അല്ലേ? ഒരു ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു സൂചന തരുന്നത് ഈ ലൈനാണ്. മൂന്നാമത്തെ ആളാണ് ഹിസ്റ്റോഗ്രാം. ഈ ചാർട്ടിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ബാറുകളിലെ അതാണ്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ MACD ലൈനും സിഗ്നൽ ലൈനും തമ്മിലുള്ള അകലമാണ് കാണിക്കുന്നത്. ഈ ബാറുകളുടെ വലുപ്പം കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിലെ ആ മുന്നേറ്റം ഭയങ്കര ശക്തമാണെന്ന്. അതേസമയം വലുപ്പം കുറയുമ്പോൾ ആ ശക്തി കുറഞ്ഞു വരുന്നുവെന്നും. അപ്പോൾ ഈ 3 ഭാഗങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാലോ? ഈ ലൈനുകൾ പരസ്പരം ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നലുകൾ കിട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേഗത്തിൽ പോകുന്ന നമ്മുടെ നീല ലൈൻ പതുക്കെ പോകുന്ന പർപ്പിൾ ലൈനെ മുറിച്ച് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അതൊരു വാങ്ങാനുള്ള സിഗ്നലാണ്. ഇതിനെയാണ് ബുള്ളിഷ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നേരെ തിരിച്ച് നീല ലൈൻ പർപ്പിൾ ലൈനെ കടന്ന് താഴോട്ട് പോകുകയാണെങ്കിലോ അത് വിൽക്കാനുള്ള സിഗ്നലാണ്. ഇതിനെ നമ്മൾ ബെയറിഷ് ക്രോസ് ഓവർ എന്ന് പറയും. മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. പക്ഷേ ഈ ക്രോസ് ഓവറുകൾ മാത്രമല്ല കേട്ടോ MACDയിലെ ഒരേ ഒരു സിഗ്നൽ. ട്രെൻഡിന്റെ ശരിക്കുള്ള ശക്തി എത്രയുണ്ടെന്ന് അളക്കാൻ സഹായിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ആളുണ്ട്, സീറോ ലൈൻ. ഈ MACD ലൈൻ 0 ലൈനിന് മുകളിലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് പൊതുവെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ്, മുകളിലോട്ടാണ് പോകുന്നത്. ഇനി 0 ലൈനിന് താഴെയാണെങ്കിലോ മാർക്കറ്റിലൊരു തളർച്ചയാണ്, അതായത് ഒരു ഡൗൺ ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാം. ഇത് മാർക്കറ്റിന്റെ ഒരു വലിയ ചിത്രം, ഒരു ബിഗ് പിക്ചർ നമുക്ക് തരും. ഓക്കേ, ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാം. അതാണ് ഡൈവേർജൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മാർക്കറ്റിന്റെ ഗതി എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞുമറിയാം എന്ന് നമുക്ക് മുൻകൂട്ടി ഒരു സൂചന തരുന്ന വളരെ ശക്തമായൊരു സിഗ്നലാണിത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വില ഒരു വഴിക്കും നമ്മുടെ MACD ഇൻഡിക്കേറ്റർ നേരെ വിപരീത ദിശയിലും പോകുന്നൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് വിളിക്കുന്നത്. ഇത് എന്തിന്റെ സൂചനയാണെന്നോ? നിലവിലുള്ള ട്രെൻഡ് പതിയെ ദുർബലമാവുന്നു എന്നതിന്റെ. ഡൈവേർജൻസ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്നാമത്തത്, സ്റ്റോക്കിന്റെ വില ഇങ്ങനെ താഴ്ന്ന് പുതിയ ലോ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ MACD ഇൻഡിക്കേറ്റർ നേരെ മുകളിലോട്ട് പോകും. ഇതിനെയാണ് ബുള്ളിഷ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം വില ഉടനെ തന്നെ മുകളിലേക്ക് തിരിഞ്ഞേക്കാം എന്നാണ്. ഇനി രണ്ടാമത്തത്, വില ഇങ്ങനെ പുതിയ ഉയരങ്ങൾ കീഴടക്കി മുകളിലോട്ട് പോകുമ്പോൾ MACD ഇൻഡിക്കേറ്റർ താഴോട്ട് വരുന്നു. ഇതിനെ ബെയറിഷ് ഡൈവേർജൻസ് എന്ന് പറയും. വാങ്ങുന്നവരുടെ ആവേശം കുറഞ്ഞു വരുന്നു എന്നതിന്റെ ഒരു ക്ലിയർ സിഗ്നലാണിത്. അതായത് ഈ പറയുന്ന പോലെ വിലയും ഇൻഡിക്കേറ്ററും തമ്മിലുള്ള ഈ ഒരു പൊരുത്തക്കേട് ട്രേഡർമാർക്ക് കിട്ടുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. നിലവിലുള്ള ട്രെൻഡിന്റെ ശക്തി കുറയുന്നുണ്ട്, ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ എന്നിത് നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ MACD ഒരു മാന്ത്രിക വഴിയൊന്നുമല്ല. ഇത് വെറുമൊരു ടൂൾ മാത്രമാണ്. അതിനെ എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കണമെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേറെ ഏത് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിനെയും പോലെ MACDയെ മാത്രം വിശ്വസിച്ചൊരു തീരുമാനമെടുക്കുന്നത് വളരെ അപകടകരമാണ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് മറ്റ് ഇൻഡിക്കേറ്ററുകൾ കൂടി നോക്കി ഒരു കൺഫർമേഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, MACD വാങ്ങാനായി ഒരു സിഗ്നൽ തരുന്നുവെന്ന് വെക്കാം. അപ്പോൾ തന്നെ ചാടി കയറി വാങ്ങരുത്. പകരം RSI പോലുള്ള മറ്റൊരു ഇൻഡിക്കേറ്റർ നോക്കുക.
ആ സ്റ്റോക്ക് ഓവർസോൾഡ് ആണോ, അതായത് ഒരുപാട് പേര് വിറ്റ് വില കുറഞ്ഞിരിക്കുകയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ വോളിയം നോക്കിയാൽ എത്രത്തോളം ആളുകൾ ആ സ്റ്റോക്ക് വാങ്ങുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സിഗ്നലുകൾ ഒരേ കാര്യം പറയുമ്പോൾ നമ്മുടെ തീരുമാനം കൂടുതൽ ഉറപ്പുള്ളതാകും. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് രീതി മനസ്സിൽ വെച്ചാൽ മതി. 1, മാക്ഡിയിലൊരു സിഗ്നൽ കണ്ടെത്തുക. അത് ക്രോസ് ഓവറോ ഡൈവേർജൻസോ ആകാം. 2, RSI, വോളിയം പോലുള്ള മറ്റ് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് ആ സിഗ്നൽ ഒന്നുകൂടി ഉറപ്പിക്കുക. 3-ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എപ്പോഴും റിസ്ക് മാനേജ്മെന്റ് ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിന് ഒരു അടുക്കും ചിട്ടയുമൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിന്റെ ദിശ മനസ്സിലാക്കാനും അതിന്റെ ശക്തി അളക്കാനും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ചൊരു സൂചന തരാനും കഴിയുന്ന മാഗ്ഡി ഏതൊരു ട്രേഡറുടെയും കയ്യിൽ നിർബന്ധമായും വേണ്ടൊരു ടൂളായി മാറുന്നത്. അപ്പോൾ ഈ ടൂളിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണല്ലേ? ഇനി നിങ്ങളിതെങ്ങനെ പരീക്ഷിച്ചു നോക്കും? ചാർട്ടുകളിൽ പോയി ഇതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പരിശീലിക്കുക. കാരണം ഓർക്കുക, വെറുതെ അറിഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല. അത് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തിയായി മാറുന്നത്.